ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണ് മറ്റൊരാൾ ഹാക്ക് ചെയ്യാതെയോ ട്രാക്ക് ചെയ്യാതെയോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോർത്തിയെടുക്കാതെ, പ്രത്യേകിച്ച് നമ്മുടെ കോളിങ് അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ, നമ്മുടെ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മൾ ചെയ്യുന്ന മെസ്സേജുകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ കോൾ ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും നമ്മുടെ ഫോണിൽ നിന്ന് ചോർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ തന്ന് നമ്മളെ അറിയിക്കുന്ന ഗൂഗിളിൻ്റെ ഒരു സെറ്റിങ്സ് ഉണ്ട്. അത് പലരും ഫോണിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടാവില്ലാത്ത ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ളൊരു സെറ്റിങ്സാണിത്. തീർച്ചയായിട്ടും ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഫോണിൽ ചെയ്ത് വെക്കുക. രണ്ട് ഓപ്ഷനുണ്ട്. രണ്ട് ഓപ്ഷനും ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള റിവ്യൂ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഗൂഗിളിൽ നമുക്ക് ഓൾ സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. ഓൾ സർവീസിൽ നിന്ന് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പേഴ്സണൽ ആൻഡ് ഡിവൈസ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ഇപ്പോൾ 3 ഓപ്ഷൻ മാത്രമാണുള്ളത്. എന്നാൽ 4ാമത് ഒരു ഓപ്ഷനും കൂടെ പുതിയത് വരുന്ന ഫോണുകളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് വരുന്ന ചില ഫോണുകളിൽ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനേബിൾ ആകാത്തവർക്ക് ഞാനൊരു ഓപ്ഷൻ കാണിച്ചു തരാം. ഈ 3 ഓപ്ഷനും നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഓപ്ഷൻസുകളാണ്. ഓരോന്നും നമുക്ക് പരിചയപ്പെടാം. പുതിയ ഓപ്ഷനും ഞാൻ പരിചയപ്പെടുത്താം. ഇവിടെ നിങ്ങൾക്ക് ഫൈൻഡ് ഹബ്, അതായത് നിങ്ങളുടെ ഫോണ് ഏതെങ്കിലും നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങൾ നിൽക്കുന്ന ഈ ലൊക്കേഷനിൽ നിന്നും പെട്ടെന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് നിങ്ങളുടെ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോകാനോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അലേർട്ട് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് വെക്കേണ്ടതാണ്. നിങ്ങളുടെ അതായത് നിങ്ങൾ ഈ ഫൈൻഡ് ഹബ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ ഓൾറെഡി എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതൊന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. അതിൻ്റെ നേരെ താഴെ നമുക്ക് ഡ്രാഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതും ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതുകൊണ്ട് മറ്റൊരാൾ എടുത്തുകൊണ്ട് വിട്ടു പോകാനോ അല്ലെങ്കിൽ നിങ്ങൾ ചാർജിനിട്ടേക്കുന്ന സമയത്ത് പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകാനോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് കേട്ടോ ഡ്രാഫ്റ്റ് ഡ്രൈവ് ലോക്ക്, അതായത് നിങ്ങളുടെ ഫോൺ ഓൾറെഡി ഏതെങ്കിലും തരത്തിൽ നിന്നും നിങ്ങളുടെ നെറ്റ്വർക്ക് റിമൂവ് ആകുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സിം റിമൂവ് ആക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാൾ ചോർത്താൻ ശ്രമിച്ചെന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഫോൺ ലോക്കാകും. അതുവഴിയായിട്ട് ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിന് യാതൊരു പ്രയോജനവും ഇല്ല. ഈ ഫോൺ കൈ കിട്ടിക്കഴിഞ്ഞാൽ, കാരണം ഈ ഫോൺ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഗൂഗിൾ അതിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ 2 ഓപ്ഷനും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് അൺഗോൺ ട്രാക്ക് അലർട്ട്, അതായത് അൺഗോൺ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ നമ്മളെ ട്രാക്ക് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ കോളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫോണിനെ ആയിക്കോട്ടെ, നമ്മുടെ ഫോണിലുള്ള സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻസോ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോർത്താൻ അൺഗോൺ ആളുകൾ ചോർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അലർട്ട് ലഭിക്കുന്ന ഒരു ഓപ്ഷനാണ്. അത് നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിൽ നിങ്ങൾ അലോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മാനുവലായിട്ട് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മാനുവൽ സ്കാനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മാനുവലായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അൺഗോൺ ആയിട്ടുള്ള ഓപ്ഷൻസ്, അത് ട്രാക്കിംഗ് ആയിക്കോട്ടെ, മാൽവെയറുകളായിക്കോട്ടെ, ഹാർഡ്വെയറുകളായിക്കോട്ടെ, ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഫോണിലോട്ട് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ സ്കാനിങ് പൂർത്തിയാകുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം കറക്റ്റായിട്ട് അറിയാം. ഇവിടെ നിങ്ങൾക്ക് കാണാം നോ ട്രാക്കിംഗ് കാണിച്ചിട്ടുണ്ട്. ട്രാക്കിംഗ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റും ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെയ്ത് നോക്കുക. ഇത് എപ്പോഴും നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. ഇനി 3ാമത്തെ ഓപ്ഷൻ എൻ്റെ ഫോണിൽ നിലവിൽ എനേബിൾ ആയിട്ടില്ല. നിങ്ങൾക്കിവിടെ നമ്മൾക്കിവിടെ കാണാം 3ാമത്തെ ഓപ്ഷൻ എൻ്റെ ഫോണിൽ, ഞാൻ ഈ ഉപയോഗിക്കുന്ന ഫോണിൽ നിലവിലായിട്ടില്ല. ഈ ആകാത്തത് കൊണ്ട് അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ അതിനായിട്ടൊരു ലിങ്ക് നിങ്ങൾക്ക് തരാം. ഞാനിവിടെ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ട്. ഈ ലിങ്കിൽ ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ലിങ്ക് കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. അവിടെ നിന്ന് നിങ്ങൾക്കിത് ഈ ഒരു ലിങ്കിൽ കയറിക്കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം
അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഒരു ഓപ്ഷനിലോട്ട് പോകും. നിങ്ങൾക്ക് ഒരു പോപ്പപ്പ് മെസ്സേജ് ഇതുപോലെ വരും. നിങ്ങളുടെ ഈ ഏത് അക്കൗണ്ട് ആണെന്നുള്ളത് ആ അക്കൗണ്ട് ജസ്റ്റ് ഇവിടെ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യുക. നിങ്ങൾ ഫിംഗർ പ്രിൻറ്റോ കാര്യങ്ങളൊക്കെ ചോദിക്കും, അത് കൊടുത്തുകൊണ്ട് നിങ്ങളൊന്ന് വെരിഫിക്കേഷൻ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നിങ്ങൾ റിക്കവർ ഐ ഡി കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളോട് റിക്കവർ ഐ ഡി കൊടുക്കാൻ പറയും. നിങ്ങൾക്ക് അപ്പോൾ റിക്കവർ ഐ ഡി ജസ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ ഈ ഫോൺ ഏതെങ്കിലും തരത്തിൽ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള റിക്കവേർഡ് ഐ ഡിയും കൊടുത്തിട്ട് പോപ്പപ്പ് മെസ്സേജിൽ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്കിത് എനേബിൾ ആകുന്നതാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ സുഹൃത്തുക്കും കൂടെ ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ തീർച്ചയായിട്ടും പ്രൊട്ടക്ഷൻ ആണെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ ഫോണിലാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ പേയ്മെൻറ്റ് ആയിക്കോട്ടെ, നമ്മുടെ രഹസ്യ ചാറ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ഹിസ്റ്ററികളോ നമ്മുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളോ എല്ലാം നമ്മൾ ഇതിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ, സീ യു.